Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. നമസ്കാരം. ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ മുഖ്യപ്രതികൾ പിടിയിൽ. രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തത് കൊൽക്കത്തയിൽ നിന്ന്. മുഖ്യാസൂത്രകൻ അബ്ദുൾ മദീൻ താഹെ എന്ന NIA. IED വെച്ചത് മുസാവിൻ ഹുസൈൻ എന്ന വിശദീകരണം. नए जम्मू कश्मीर की नई और शानदार तस्वीर बनाने के लिए जुट जाना है. वो समय दूर नहीं जब जम्मू कश्मीर में भी विधानसभा के चुनाव होंगे. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി വൈകാതെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അകലെയല്ലെന്നും മോദി. കശ്മീരിന്റെ പ്രത്യേക പദവി തിരികെ നൽകാൻ കോൺഗ്രസിന് വെല്ലുവിളി. സജീവ മഞ്ഞക്കടമ്പിലിനെ പരിഹസിച്ച് മോൻസ് ജോസഫ്. ജോസ്കേമാരുടെ കൂടെ നിൽക്കുമ്പോൾ അവിടെ അവഗണനയായിരുന്നു, അവിടെ ചവിട്ടിക്കൂട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ചേർന്നിട്ടാണ് സംരക്ഷിച്ചത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നപ്പോൾ കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. ഈ പാർട്ടി കൊടുക്കാവുന്ന ഏറ്റവും വലിയ പോസ്റ്റാണ് കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് കൊടുത്തു. അതിന്റെ പ്രാധാന്യം പോലും പുള്ളിക്ക് മനസ്സിലായില്ലെന്നുള്ളതാണ്. ക്രൈസ്തവ സഭകൾ BJPയോട് അടുക്കുന്നുവെന്ന പ്രചാരണം തെറ്റെന്ന് ഫ്രാൻസിസ് ജോർജ്. പലതവണ മുന്നണി മാറിയ ആളാണ് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയെന്ന് ജോസ് കെ മാണി. ഗണപതി വട്ടത്തിലൂടെ ടിപ്പു സുൽത്താൻ വിരുദ്ധ വികാരം ചർച്ചയാക്കാൻ BJP. സുരേന്ദ്രന് കിട്ടേണ്ട വോട്ട് പോലും കിട്ടില്ലെന്ന് PK ബഷീർ. സുരേന്ദ്രന് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാനാവില്ലെന്ന് എളമരം കരീം. കെട്ടിവെച്ച കാശ് പോകാതിരിക്കാനുള്ള സുരേന്ദ്രന്റെ അടവെന്ന് അനിൽകുമാർ. പാനൂർ സ്ഫോടനം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി കോൺഗ്രസ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് KPCC. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം കത്ത് നൽകി. കോൺഗ്രസിന് സംഘപരിവാർ മനസ്സെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്റെ ജില്ലയാണ് കൊല്ലം ജില്ല. എന്റെ ലോക്സഭാ മണ്ഡലം വരുമ്പോൾ ഞാൻ ആലപ്പുഴയാണ് എങ്കിൽ പോലും തന്നെ എന്റെ ജില്ലയാണ് കരുനാഗപ്പള്ളി. കൊല്ലം ജില്ലയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ നിന്ന് തന്നെ വോട്ടോട്ടം ആരംഭിക്കാൻ പറ്റിയത് തന്നെ വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. ജനമനസ്സറിഞ്ഞ് News 18 വോട്ടോട്ടം. നീണ്ടകര ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളുമായി സംവാദം. പ്രഖ്യാപനങ്ങളെല്ലാം വാക്കുകളിൽ ഒതുങ്ങുന്നതായി തൊഴിലാളികൾ. പിന്നെ വരുന്നവർ അടുത്ത ഇലക്ഷനാ. നമ്മുടെ വിഷമങ്ങൾ മറ്റാരും തോന്നില്ല, അവരാരും കൈക്കൊള്ളുന്നില്ല. വിശദമായി കടക്കുകയാണ്. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ഒളിവിലുള്ള മുഖ്യ ആസൂത്രകൻ ഉൾപ്പെടെ 2 പ്രതികൾ കൂടി പിടിയിൽ. പശ്ചിമബംഗാളിൽ ഒളിത്താവളത്തിൽ നിന്നാണ് ഇരുവരെയും ഇന്ന് രാവിലെ NIA പിടികൂടിയത്. അബ്ദുൾ മദീൻ താഹ, മുസാവിൻ ഹുസൈൻ, ഷാഹേബ് എന്നിവരാണ് കൊൽക്കത്തയിൽ NIAയുടെ പിടിയിലായത്. അബ്ദുൾ മദീൻ താഹയാണ് കേസിലെ മുഖ്യ ആസൂത്രകനെന്നും രാമേശ്വരം കഫേയിൽ IED വെച്ചയാളാണ് മുസാഹിൻ ഹുസൈൻ എന്നും NIA വിശദീകരിച്ചു. কে সাপোর্ট করলো তোমাকে? কে আশ্রয় দিল? তোমার আশ্রয় না থাকতে ওই কে শেল্টার দিয়েছিল তোমাদেরকে? কে শেল্টার দিয়েছিল ভাই তোমাদেরকে? কে শেল্টার দিয়েছিল তোমাদের? কে শেল্টার দিয়েছিল ভাই? কে রেখেছিল ভাই? কি করে আনলেন? কবে এসেছিলেন? কবে এসেছিলেন কলকাতায়? কে সাহায্য করলো? സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുവി, സ്ഫോടനം നടന്ന 40 ദിവസത്തിന് ശേഷം മുഖ്യ പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. മുഖ്യ ആസൂത്രകനും അതോടൊപ്പം ഈ കഫേയിൽ ഈ സ്ഫോടക വസ്തു കൊണ്ടുവച്ച പ്രതിയുമാണ് പിടിയിലായിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പ്രാഥമികമായും NIA നൽകുന്നത്? ഇവരുടെ ചോദ്യം ചെയ്യൽ സ്വാഭാവികമായും പുരോഗമിക്കുകയായിരിക്കും. ഇവരുടെ സംഘത്തിൽ ആരൊക്കെയുണ്ട്, എന്താണ് ഇവരുടെ പിന്നിലുള്ളത് എന്ന എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ NIA പങ്കുവെക്കുന്നുണ്ടോ?
ആര്യ, ബാംഗ്ലൂരിലുണ്ടായ രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ 2 മുഖ്യ പ്രതികളെയാണ് ഇന്ന് പുലർച്ചെ NIA അറസ്റ്റ് ചെയ്തത്. അവരെ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 2 പേരാണുള്ളത്. ഇതിൽ ഒന്ന് അബ്ദുൾ മത്തീൻ താഹ, മറ്റൊന്ന് മുസാഫിർ ഹുസൈൻ ഷാഹിബ്. ഇങ്ങനെ 2 പേരാണ് ഉള്ളത്. ഇതിൽ ഒരാൾ മുഖ്യ ആസൂത്രകനാണ്, മറ്റൊരാൾ രാമേശ്വരം കഫേയിൽ സ്ഫോടക വസ്തു കൊണ്ടുവച്ചയാളാണ്. ഈ 2 പേരെയുമാണ് പിടികൂടിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. വ്യാജ പേരുകളിൽ ഇവർ ഒളിച്ചു താമസിക്കുകയായിരുന്നു എന്നാണ് NIA വൃത്തങ്ങൾ പറയുന്നത്. പ്രധാനമായും പശ്ചിമ ബംഗാൾ പോലീസിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഈ മുഖ്യ ആസൂത്രകൻ അബ്ദുൾ മത്തീൻ താഹയാണ് മുഖ്യ ആസൂത്രകൻ. അതായത് ഈ സ്ഫോടനം നടക്കുമ്പോൾ ഇരുവർക്കും ഈ IED കൊണ്ടുവച്ച മുസാഫർ ഹുസൈനും അതുപോലെ തന്നെ അബ്ദുൾ മത്തീൻ താഹയ്ക്കും വിദേശത്ത് നിന്ന് സഹായങ്ങൾ, നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനം, ഈ രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ IS ബന്ധമുണ്ട് എന്ന ഒരു സ്ഥിരീകരണം കൂടെ NIAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും അബ്ദുൾ മത്തീൻ താഹ എന്ന് പറയുന്നയാൾ ISISന്റെ ബംഗളൂരു മോഡ്യൂളായ അൽ ഹിന്ദിലെ അംഗമാണ് എന്നൊരു വിവരം NIA ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇരുവർക്കും വിദേശത്ത് ബന്ധമുണ്ട്. ഇരുവരും 2 വഴിയിൽ കൂടിയാണ് കൊൽക്കത്തയിലേക്ക് കടന്നത്. അബ്ദുൾ മത്തീൻ താഹ തമിഴ്നാട് വഴിയും മറ്റേയാൾ, അതായത് ഈ സ്ഫോടനം നടത്തിയതിനു ശേഷം ബാംഗ്ലൂർ മെട്രോ പിടിച്ച അതിനുശേഷം തുംകൂർ വഴി ആന്ധ്രാപ്രദേശിലൂടെയും ഒഡീഷയിലൂടെയുമാണ് കൊൽക്കത്തയിൽ എത്തിയത്. അതിനുശേഷം ഇരുവരും തമ്മിൽ ബന്ധപ്പെട്ടു. തുടർന്ന് ഇരുവരും വളരെ ഒളിച്ചു താമസിക്കുകയായിരുന്നു, ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നേരത്തെയും ചിലർ അറസ്റ്റിലായിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം തന്നെ വിവരങ്ങൾ തേടിയതിനു ശേഷമാണ് ഈ 2 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ NIA അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ രഹസ്യമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇപ്പോൾ ഈ 2 പേരെയും പിടികൂടിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇവരെ പിടികൂടിയത്. ഇപ്പോൾ അവരെ ബംഗളൂരുവിൽ എത്തിച്ചു. സ്വാഭാവികമായും ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ പോലീസ് കടക്കും. ഏതായാലും മുഖ്യ ആസൂത്രകനാണ് പിടിയിലായിരിക്കുന്നത്. രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ IS ബന്ധം ഉണ്ട് എന്നൊരു സ്ഥിരീകരണം കൂടെ NIAയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാവുകയാണ്. സുവി, അത് തന്നെയാണ് ബംഗളൂരുവിലെ ഏറെ ശ്രദ്ധേയമായ ഒരു കേന്ദ്രത്തിൽ, ഒരുപാട് ആളുകൾ ദിനംപ്രതി വരുന്ന ഒരു കേന്ദ്രത്തിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരുടെ ലക്ഷ്യം വലുതായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിലിപ്പോൾ NIA ISIS ബന്ധം കൂടി സംശയിക്കുമ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം അത് ഏറെയാണ്. ഏത് തരത്തിലാണ് ഈ വിഷയത്തെ ഇപ്പോൾ NIA നോക്കിക്കാണുന്നത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഒപ്പം രാജ്യത്ത് ഇനിയും ഇത്തരത്തിലുള്ള സ്ഫോടനം നടക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പദ്ധതികൾ ഈ സംഘം നടത്തിയിട്ടുണ്ടോ എന്നുള്ള തലത്തിലേക്കൊക്കെയും NIA അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ? ആര്യ, തീർച്ചയായും അതിന്റെ ഗൗരവം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ISISമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു ഇവരുടെ ഒരു ഉദ്ദേശം എന്നത് ഇനി ചോദ്യം ചെയ്യലുകളിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നമുക്കറിയാം, മാർച്ച് 1 ഉച്ചയ്ക്കാണ് ഈ രാമേശ്വരം കഫേയിൽ സ്ഫോടനം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഒരു IT ഹബ്ബാണ്. IT ഉദ്യോഗസ്ഥരാണ് സാധാരണയായി ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. വലിയ തിരക്കുള്ള ഒരു സമയമായിരുന്നു. അതിൽ നിരവധി പേർ മരിച്ചു. അതിനുശേഷം സ്വാഭാവികമായും ഒരു വലിയ പ്ലാനിംഗ് ആണ് ഇവർ നടത്തിയിരുന്നത്. ആ പ്ലാനിംഗ് പദ്ധതി പ്രകാരം തന്നെ നിരവധി പേർ മരിച്ചു. വലിയ ആക്രമണത്തിനാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം കൂടെ പോലീസിനുണ്ട്. ഒപ്പം തന്നെ ഇവർ മറ്റൊരു തീവ്രവാദ കേസുകളിൽ കൂടെ അംഗമാണ് എന്നൊരു വിവരവും പുറത്തുവരുന്നുണ്ട്. പ്രത്യേകിച്ചും 2020 തീവ്രവാദ കേസുകളിൽ 2020 ഉണ്ടായ ഒരു തീവ്രവാദ കേസിലും ഇവർ അംഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് തീവ്രവാദ ബന്ധം നേരത്തെയുണ്ട്. അന്ന് മുതൽ തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നയാളാണ്. ഏതായാലും ഇവർക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച സാഹചര്യമുണ്ട്. 10 ലക്ഷത്തോളം ഇനാം പ്രഖ്യാപിച്ചിരുന്നു. എന്നാലൊന്നും ഇവരെ പിടികൂടാൻ സാധിച്ചില്ല. പിന്നീട് രഹസ്യമായ പോലീസിന്റെ NIAയുടെ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇവരെ ഇപ്പോൾ പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ പോലീസിന്റെ സഹായം തേടിയിരുന്നു. നമുക്കറിയാം, കേരളത്തിലെയും കർണാടകയിലെയും ഉദ്യോഗസ്ഥരുടെ സഹായം കൂടെ NIA ഈ വിഷയത്തിൽ തേടിയിരുന്നു. ഏതായാലും ഇപ്പോൾ മുഖ്യ ആസൂത്രകനും അതുപോലെ തന്നെ രാമേശ്വരം കഫേയിൽ സ്ഫോടന വസ്തു കൊണ്ടുവച്ചയാളും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായിരുന്നു ഇവരുടെ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. രാജ്യത്ത് വീണ്ടും വലിയ തരത്തിലുള്ള ഒരു സ്ഫോടനം നടത്താനുള്ള ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നു. മറ്റെന്തൊക്കെ സ്ഫോടനങ്ങളിൽ ഇവർ പങ്കാളികളായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമാക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ വിവരങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാവും. ആര്യ.
തീർച്ചയായും സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ മുഖ്യ പ്രതികളായ 2 പേരെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് NIA പിടികൂടിയിരിക്കുകയാണ്. പ്രതികളുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ന്യൂസ് 18ലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. भैया थोड़ा हटो, भैया थोड़ा हटिए। കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി വൈകാതെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അകലെയല്ല. കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നതായും ജമ്മു കശ്മീരിലെ ഉദ്ധംപൂരിലെ റാലിയിൽ മോദി പറഞ്ഞു. नए जम्मू कश्मीर की नई और शानदार तस्वीर बनाने के लिए जुट जाना है. वो समय दूर नहीं जब जम्मू कश्मीर में भी विधानसभा के चुनाव होंगे. जम्मू कश्मीर को वापस राज्य का दर्जा मिलेगा. आप अपने विधायक, अपने मंत्रियों से अपने सपने साझा कर सकेंगे. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിലിനെ പരിഹസിച്ച് മോൻസ് ജോസഫ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയിരുന്നുവെങ്കിൽ സജി മഞ്ഞക്കടമ്പിലിന് സീറ്റ് കൊടുക്കാമായിരുന്നു. സീറ്റ് ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നതിന്റെ പിണക്കമായിരിക്കാമെന്നും സജിക്ക് കൊടുക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. സജിക്കായി പാർട്ടിയുടെ വാതിലുകൾ ഇപ്പോഴും തുറന്നു കിടക്കുകയാണെന്നും മോൻസ് ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീ മോൻസ് ജോസഫ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. താങ്കൾക്കെതിരെയാണ് സജി മഞ്ഞക്കടമ്പിന്റെ വലിയ ആരോപണം. താങ്കളുടെ ഏകാധിപത്യം അപ്രമാദിത്വമൊക്കെയാണ്. ഇത് പി ജെ ജോസഫ് ചെയർമാനായ പാർട്ടിയാണ്. പാർട്ടിയുടെ ചെയർമാൻ പി ജെ ജോസഫ് സാർ രാഷ്ട്രീയ രംഗത്ത് എത്രയോ ഉന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ കൂടെ എത്രയോ കാലമായ വിശ്വസ്തയോടെ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു വരികയാണ്. പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ പാർട്ടിയിൽ നിൽക്കുന്ന നേതാക്കളെ എല്ലാം ചേർത്ത് നിർത്തി സ്നേഹപൂർവ്വം കൊണ്ടുപോവുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ കയ്യിലുള്ള UDFന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനം ഞാൻ വിട്ടുകൊടുത്തത് കഴിഞ്ഞ നിയമസഭയിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സജി മഞ്ഞക്കടമ്പനാണ്. അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങോട്ട് കൊടുത്തു. കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുമ്പോൾ അവിടെ അവഗണനയായിരുന്നു, അവിടെ ചവിട്ടിക്കൂട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ചേർന്നിട്ടാണ് സംരക്ഷിച്ചത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നപ്പോൾ കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. ഈ പാർട്ടി കൊടുക്കാവുന്ന ഏറ്റവും വലിയ പോസ്റ്റാണ്. കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് കൊടുത്തു. അതിന്റെ പ്രാധാന്യം പോലും പുള്ളിക്ക് മനസ്സിലായില്ലെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും ഇത്രയും സ്നേഹത്തോടെ എന്നും സൗഹൃദത്തോടെ ഒന്നും തലേദിവസം വരെ UDF സ്ഥാനാർത്ഥിയുടെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിച്ച ശേഷം പെട്ടെന്ന് കാലുമാറുകയാണ്. കാലുമാറി നേരെ അപ്പുറത്തെ ചേരിയിൽ അതുവരെ ജോസ് കെ മാണി തെറിപറഞ്ഞുകൊണ്ടിരുന്നിട്ട് അദ്ദേഹമാണ് കൊള്ളാവുന്ന നേതാവെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പം ലോക്സഭാ സീറ്റ് ഞങ്ങളോടൊക്കെ ചോദിച്ചിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെയാണ് നമുക്ക് അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? PC തോമസ്, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള സീനിന്റെ പ്രധാന നേതാക്കൾ മത്സരരംഗത്ത് വരുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസും ഒക്കെ സീറ്റ് സംബന്ധിച്ച് ധാരണയാക്കി UDFൽ ഒരു സീറ്റിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പാർട്ടി ഏകകണ്ഠമായി തീരുമാനിച്ചു. എല്ലാ നേതാക്കളും ആയിട്ടും പി ജോസഫ് സാർ ആശയവിനിമയം നടത്തി. അങ്ങനെ ഏകകണ്ഠമായി ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അത് നിങ്ങൾക്കും അറിയാം.
അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ അതിന് കുശുമ്പ് കുത്തിയിട്ട് കാര്യമുണ്ടോ? ആ കുശുമ്പ് എന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല. ഒരു പ്രലോഭനത്തിന്റെ വശം കൂടി ഉണ്ടോ? അല്ലാത്തറിയത്തില്ല. നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളൊരു കുറ്റവും പറയണില്ല. ഏതായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചാൾ ഉണ്ടായിരുന്ന ആളാണല്ലോ. ദീർഘകാലം മണി ഗ്രൂപ്പിലായിരുന്നു. ഞങ്ങളുടെ കൂടെ കുറച്ച് കാലമേ ഉള്ളൂ. ഒരു പീഡനം പുള്ളിക്കൂടെ വെക്കേണ്ടി വന്നിട്ടില്ല. സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റാരുടെയെങ്കിലും വല വീണ് പോയിട്ടോ നിങ്ങൾ പരിശോധിക്കുക. മുന്നണി തലത്തിലും കൊടുക്കാവുന്ന ഏറ്റവും ഉന്നത പരിഗണന പാർട്ടിയിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം, മുന്നണിയിൽ ജില്ലാ ചെയർമാൻ സ്ഥാനം, ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയും? അത് രണ്ടും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഭാവിയിലും അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഇതിലും അതിനേക്കാൾ ഉന്നതമായ സ്ഥാനത്തേക്ക് പരിഗണിക്കുമായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഇതൊക്കെ നമ്മൾ ഓരോ സാഹചര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെയ്യാം. ഞങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു സഹോദരനെ പോലെ കണ്ട്, ഒരു സഹപ്രവർത്തകൻ എന്നുള്ളതിനപ്പുറം ഒരു സഹോദരനെ പോലെ കണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു, പരിഗണിക്കുമായിരുന്നു. ഇടയ്ക്ക് ഇപ്പൊ എന്താണ് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായെന്ന് തിരിച്ചു വരാൻ ആഗ്രഹിച്ചാലും വാതിൽ തുറന്നു കിടക്കുക. ഞങ്ങൾക്ക് ഇത് നല്ല മനസ്സേ ഉള്ളൂ. ഞങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. ഇവിടെ ഒരു വൈരാഗ്യം നമുക്കൊന്നുമില്ല. ഇത് നല്ലൊരു പാർട്ടിയാണ്. അതുകൊണ്ട് സ്നേഹപൂർവ്വം നല്ല മുന്നണിയാണ്. അതുകൊണ്ട് എല്ലാവരും ചേർത്ത് നിർത്തി പോകുന്ന രീതിയേ ഉള്ളൂ. വന്നാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. എന്ത് വേണമെന്ന് അദ്ദേഹത്തോട് ചർച്ച ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാനും തയ്യാറാണ്. ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു, പുള്ളി വന്നാലും വന്നില്ലെങ്കിലും ഇതൊന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ കോട്ടയത്തെ വിജയത്തെ ബാധിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇത് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ പോലെ വ്യക്തമായ രാഷ്ട്രീയമാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി ഞങ്ങളുടെ UDF നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ജയിപ്പിച്ച ആൾ കാലുമാറുന്നു. സ്ഥാനാർത്ഥി തന്നെ കാലുമാറുന്നു. സ്ഥാനാർത്ഥി കാലുമാറി നേരെ ഇടതുപക്ഷ പാളയത്തിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യം കൈപ്പത്തിയുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞ് നിന്ന ചിഹ്നം ഇപ്രാവശ്യം അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിന്റെ കൂടെ നേരെ അപ്പുറത്തെ നേരെ മറിയുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗമായി നിന്ന് അദ്ദേഹം വോട്ട് ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലായിൽ വന്നപ്പോൾ നമ്മുടെ ഈ ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ എങ്ങനെ കൈകാര്യം ചെയ്തു നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ UDF-നെ വഞ്ചിച്ചു പോയ ചിഹ്നവും UDF-നെ വഞ്ചിച്ച സ്ഥാനാർത്ഥിയും അവർക്ക് മറുപടി കൊടുക്കുക എന്ന വലിയ ദൌത്യമാണ് ഇവിടെ UDF പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെയുള്ള വിധിയെഴുത്തുണ്ട്, ഈ UDF-നെ വഞ്ചിച്ചതിനെതിരെയുള്ള വിധിയെഴുത്തുണ്ട്. ഇതെല്ലാം ചേരുമ്പം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഈ വേലകളൊക്കെ കാണിച്ച് UDF-നെ ദുർബലപ്പെടുത്താമെന്ന് ഓർത്താൽ UDF അതിശക്തമായി ആഞ്ഞടിച്ച് മുന്നോട്ട് പോകും. ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല ചിഹ്നം കിട്ടി. ഓട്ടോറിക്ഷ ചിഹ്നം, ജനകീയ ചിഹ്നമായ ഓട്ടോറിക്ഷയിൽ ഫ്രാൻസിസ് ജോർജ് വൻപിച്ച ഭൂരിപക്ഷത്തോടെ കോട്ടയത്ത് വിജയിക്കും. ക്രൈസ്തവ സഭകൾ BJP-യോട് അടുക്കുന്നുവെന്ന പ്രചാരണം തെറ്റെന്ന് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. ക്രൈസ്തവർ കേരളത്തിന് പുറത്ത് നേരിടുന്ന പീഡനങ്ങളെ സഭകൾക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതുകൊണ്ട് മണിപ്പൂരിന്റെ മുറിവ് ഉണക്കാനാവില്ലെന്നും ഫ്രാൻസിസ് ജോർജ് ന്യൂസ് 18-നോട് പറഞ്ഞു. BJP-യുമായി എങ്ങനെയാണ് സഭയ്ക്ക് ബന്ധപ്പെടാൻ കഴിയുക? കേരളം വിട്ടാൽ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരിക്കലും സഭ അംഗീകരിക്കുന്നില്ലല്ലോ. BJP-യുടെ ഭാഗത്ത് നിന്ന്, സംഘ് പരിവാറിന്റെ ഭാഗത്ത് നിന്ന് ഒക്കെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം നമ്മുടെ മനസ്സിലില്ലേ. ഇവിടെ BJP ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഭാഗമാണോ എന്നുള്ളതല്ല. ആരാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര പൈതൃകത്തിന് വേണ്ടി നിൽക്കുന്നത്? അവരുടെ കൂടെയായിരിക്കും സഭ. സഭയെന്നല്ല, ജനങ്ങൾ അവരുടെ കൂടെയായിരിക്കും. ജനങ്ങളെ വിട്ട് സഭയ്ക്കൊരു നിലപാടുണ്ട്. പലതവണ മുന്നണി മാറിയ ആളാണ് കോട്ടയത്ത് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. സ്വതന്ത്രനായി മത്സരിക്കുന്നയാൾ UDF-ൽ തന്നെ നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? പല നേതാക്കളും ജോസഫ് വിഭാഗത്തിൽ അസംതൃപ്തരെന്നും ജോസ് കെ മാണി ന്യൂസ് 18-നോട് പറഞ്ഞു. ബന്ധപ്പെട്ട ചില കൺഫ്യൂഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടുത്തെ ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ വോട്ടർ പോലുമല്ല. മാത്രമല്ല സ്വതന്ത്ര ചിഹ്നത്തിലാണ് നിൽക്കുന്നത്. നിലപാടുകൾ എടുത്തു നോക്കിയാൽ നിലപാടുകൾ കഴിഞ്ഞ ഒരു 12 വർഷത്തിൻ്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കണം. ആ നിലപാടുകൾ മിനിമം 3-4 പ്രാവശ്യമെങ്കിലും മാറ്റിയിട്ടുണ്ട്. ആ നിലപാടുകൾ മുന്നണി മാറ്റത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഈ പല പാർട്ടികളിലുമായി മാറിയിട്ടുണ്ട്. 7 പ്രാവശ്യം നിന്നപ്പോഴും 7 പ്രാവശ്യവും വ്യത്യസ്തമായ ചിഹ്നത്തിലാണ് നിന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും അവരുടെ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് എന്താണ് ഉറപ്പ്? UDF നിൽക്കും ഈ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഗണപതി വട്ടം എന്ന സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന വിവാദത്തിലൂടെ ടിപ്പു സുൽത്താൻ വിരുദ്ധ വികാരം ചർച്ചയാക്കാനാണ് BJP ശ്രമിക്കുന്നത്. കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ച വ്യക്തിയാണ് ടിപ്പുവെന്നും അധിനിവേശ ശക്തിക്കെതിരായ വികാരം പ്രതിഫലിക്കുക എന്ന ലക്ഷ്യവുമാണ് BJP പയറ്റുന്നത്. ദേശീയതലത്തിൽ BJP ഏറ്റെടുത്തിരിക്കുന്ന അജണ്ടകളുടെ തുടർച്ചയായാണ് വയനാട്ടിലെ ഗണപതി വട്ടം വിവാദവും. BJPക്ക് കാര്യമായ വേരോട്ടമില്ലാത്ത വയനാട്ടിൽ പേരുമാറ്റ വിവാദം ചർച്ചയാക്കി ദേശീയ ശ്രദ്ധ നേടുക കൂടിയാണ് BJPയുടെ നീക്കം.
വയനാട്ടിലെ ജനത ബിജെപിയുടെ വർഗീയ അജണ്ടകൾ അവഗണിക്കുമെന്ന് വണ്ടൂർ എംഎൽഎ എ.പി. അനിൽകുമാർ പറഞ്ഞു. കെട്ടിവെച്ച കാശ് പോകാതിരിക്കാനുള്ള സുരേന്ദ്രന്റെ അവസാനത്തെ അടവാണ് ഗണപതിവട്ട വിവാദമെന്നും അനിൽകുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഗണപതിവട്ടം വിവാദം കൊണ്ട് സുരേന്ദ്രന് കിട്ടേണ്ട വോട്ട് കൂടി കിട്ടില്ലെന്ന് പി.കെ. ബഷീർ എംഎൽഎ. ബിജെപിക്ക് ഇവിടെ ഒരു നിലപാട്, ഉത്തരേന്ത്യയിൽ ഒരു നിലപാട്, ഗൾഫിൽ വേറൊരു നിലപാട് എന്നാണ് നില. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വർഗീയമായി ചിന്തിക്കാനാവുകയെന്നും പി.കെ. ബഷീർ ചോദിച്ചു. കാട്ടിൽ നിന്ന് ആന നാട്ടിൽ ഇറങ്ങിയ അത്ര പോലും രാഹുൽ വയനാട്ടിൽ വന്നില്ലെന്ന് കെ സുരേന്ദ്രൻ. NDA സ്ഥാനാർത്ഥിക്ക് എതിരെ വ്യാപകമായി കള്ളപ്രചാരണം നടക്കുന്നു. അനിൽ ആന്റണിക്ക് എതിരെ വ്യാജ പ്രചാരണം നടത്തുന്നത് എന്തുകൊണ്ടാണെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് KPCC നേതൃത്വം കത്ത് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അക്രമവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമാണ് മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും ശ്രമമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. പി ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശത്തിന് എതിരെ കോൺഗ്രസ്. വടകരയിലെ സ്ത്രീകളെ അപമാനിച്ച ജയരാജൻ മാപ്പ് പറയണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. വിഷയത്തിൽ ശൈലജ ടീച്ചർ മറുപടി പറയണം. ഷാഫി പറമ്പിലിന്റെ പിന്നിൽ അണിനിരുന്ന സ്ത്രീകളെയാണ് പി ജയരാജൻ വെണ്ണപ്പാളി എന്ന് വിശേഷിപ്പിച്ചത്. ശശി തരൂരിന് ഇടതുമുന്നണിയുടെ മറുപടി. പന്ന്യൻ എന്തിന് മത്സരിക്കുന്നുവെന്ന് ചോദിച്ച ശശി തരൂരിന്റേത് അഹങ്കാരം നിറഞ്ഞ പ്രസ്താവനയാണെന്ന് ഇടതുമുന്നണി നേതാക്കളായ GR അനിലും കടകംപള്ളി സുരേന്ദ്രനും ചോദിച്ചു. ഇക്കോണമി ക്ലാസിന് കന്നുകാലി ക്ലാസ് എന്ന് പറഞ്ഞയാളാണ് തരൂർ. തരൂർ RSS മനസ്സുള്ള കോൺഗ്രസുകാരനാണ്. 5 വർഷത്തിലൊരിക്കൽ പറന്നിറങ്ങുന്ന ദേശാടന കിളിയാണ് തരൂരെന്നും വിമർശനം. തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ആരോപണ പ്രത്യാരോപണവുമായി മുന്നണികൾ. കോൺഗ്രസിന് സംഘപരിവാർ മനസ്സെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. UDFന് കേരളം വിരുദ്ധ വികാരമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ജനമനസ്സറിയാനായി ന്യൂസ് 18ന്റെ വോട്ടോട്ടം. കൊല്ലം നീണ്ടകര ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളുമായി വോട്ടോട്ടം സംഘം സംവദിച്ചു. പ്രഖ്യാപനങ്ങളെല്ലാം വാക്കുകളിൽ ഒതുക്കുകയാണെന്നും ഇത്തവണ വോട്ട് ചെയ്യില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികൾ എന്നും അവർ പറഞ്ഞു. ജനമനസ്സറിയാൻ വോട്ടോട്ടം എന്നുള്ളത് നീണ്ടകര ഹാർബറിലാണുള്ളത്. നീണ്ടകര ഹാർബർ രാവിലെ മുതൽ തന്നെ വെളുപ്പിനെ മുതൽ തന്നെ വളരെ സജീവമാവുന്ന ഒരു ഇടം കൂടിയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ നീണ്ടകര ഹാർബർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് പല ജില്ലകളിലേക്കും ഒപ്പം തന്നെ കയറ്റുമതി അടക്കം മീനുകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണ് നീണ്ടകര ഹാർബർ. ഒരു മിനി പോർട്ട് എന്ന് പോലും അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നീണ്ടകര പ്രദേശം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ തേടുക, അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ ഇത്തവണ അവർ ആരെ പിന്തുണയ്ക്കും, അത് എന്തുകൊണ്ട് പിന്തുണയ്ക്കും, ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ അവർക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകൾ അതേതെങ്കിലും തരത്തിൽ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ ഒരു വോട്ടോട്ടം പരിപാടിയുമായി ബന്ധപ്പെട്ട ചോദിച്ചറിയാൻ പോകുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഒക്കെ ഇനി ഇവിടേക്കൊക്കെ എത്തുമായിരിക്കും. എല്ലാ വർഷവും വരുന്നതാണല്ലോ. അപ്പൊ അവർക്ക് മുന്നിലേക്ക് പല കാര്യങ്ങളും ഇതിനു മുമ്പും വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ പ്രാവശ്യവും വരുമ്പോഴും ഞങ്ങളുടേതായ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ ഈ മത്സ്യമേഖലയിലോട്ട് ചെറുകിട വ്യവസായികളെ പറ്റി അന്വേഷിക്കുകയോ അവരുടെ കുറവെന്താണെന്ന് അന്വേഷിക്കുകയോ ഞങ്ങൾക്കൊരു മാന്യമായ പലിശയ്ക്ക് പൈസ തരിക അങ്ങനൊന്നുമില്ല. ഇപ്പൊ വീട്ടിൽ കിടക്കുന്ന സുഖമില്ലാത്ത കൊച്ചുങ്ങൾ വരെ എന്ന് വിരൽ പതിക്കണം എന്ന് പറയുന്നത്. ദൂരെ പോയെന്ന് പഠിക്കാൻ പോകുന്ന മക്കൾ വിരൽ പതിക്കണം എന്ന് പറയുന്നത്. ഞങ്ങൾ 3 ദിവസം പോയി വിരൽ പതിക്കാൻ പറഞ്ഞാൽ ഞങ്ങളുടെ വിരൽ പതിയുന്നില്ല. ഇതൊക്കെ നിർത്തലാക്കണം. വോട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് മണ്ണെണ്ണ സബ്സിഡി അടക്കമുള്ള കാര്യത്തിൽ ചില ഉറപ്പുകൾ നൽകാമെന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അടിസ്ഥാന വികസനവും അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഉറപ്പുകളൊക്കെ തന്നെ നേരത്തെ എല്ലാ മുൻകാലങ്ങളിൽ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പാലിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. കൃത്യമായ ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇടനിലക്കാരായിട്ടുള്ള ആളുകളുമായും ഇടത്തര ആളുകളുമായും ഒക്കെ തന്നെ ഒരു കൂടിയാലോചന നടത്തി ഒരു സ്ഥായിയായിട്ടുള്ള പരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിലും ഇവിടെ എല്ലാ നേതാക്കളും എത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഇവർ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ള ഒരു ആരോപണം ഇവർ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ എത്തി കൃത്യമായി ചർച്ച ചെയ്ത് ഒരു സ്ഥായിയായിട്ടുള്ള പരിഹാരം കാരണമെന്നുള്ള ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നു. 7 മാസം 8 മാസം പെൻഷൻ ഉണ്ട്. അത് കണ്ട് ജീവിക്കുന്നത് നമ്മള്. ഇതിനകത്തൊന്നും ഒരു ചുക്കുമില്ല. വന്ന് മെനക്കെടാന്നല്ല ഒന്നുമില്ല.
വോട്ട് ചെയ്യത്തില്ല. എന്നാലും അത്ര അവര് ചെയ്ത് അവരെ ഭാര്യയും മക്കളും നേടും. നമുക്കെന്താണ് അവര് വന്ന് ചോദിക്കുമ്പോൾ തൊഴുതുകൊണ്ടാ വരുന്നത്. കഴിയും മേളിൽ കയറുമ്പം പോക്ക അനുഭവിച്ചതാ മോനെ, അതുകൊണ്ട് പറയുക. പക്ഷെ അപ്പൊ ഇത്തവണ വരുമ്പോഴത്തേക്കും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് അവർ അറിയിക്കുമോ? പറയും. ഞങ്ങളുടെ താഴെയൊന്നും പോത്തില്ല. ഞങ്ങൾക്കല്ലേ ഈ പെൻഷൻ കിട്ടണം, അല്ലെ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടണം. 7 മാസം മുടക്കമുണ്ട്. എന്തോ ചെയ്യും ഞങ്ങള്? ഇവരെയൊക്കെ നേടിക്കൊണ്ട് പോയാൽ അവരെ ഭാര്യയ്ക്കും മക്കൾക്കും കൊള്ളാം. ഞങ്ങളെന്തോ ചെയ്യും മോനെ? കണ്ട ഈ രംഗം ഞങ്ങൾ പാടുന്ന പാട്. മറ്റൊന്ന്, ഇത്തവണ അതായത് സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും തന്നെ ഇവിടേക്ക് പ്രചരണത്തിനായി എത്തിയില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് കേരളം കടക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു വോട്ടോട്ടം പരിപാടിയുമായി ഇവിടെ എത്തുന്നു, ഇവിടുത്തെ ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഇതുവരെയും ഹാർബർ കേന്ദ്രീകരിച്ച് പ്രചരണത്തിനായി എത്തിയിട്ടില്ല. ഒരുപക്ഷെ അവസാന ലാപ്പിലേക്ക് ആയിരിക്കും വരിക. മുൻകാലങ്ങളിലും അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുകയും ചെയ്യുന്നത്. അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് എന്തിന് ഞങ്ങൾ വോട്ട് ചെയ്യണം, എന്തിന് ഞങ്ങൾ വോട്ട് നൽകണം, ഞങ്ങൾക്ക് വേണ്ടി ഇതുവരെയും ഒരു സർക്കാരും നിലകൊണ്ടിട്ടില്ല, ഒരു നേതാവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും ചോദിക്കാൻ ഇവിടേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തിന് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള ഒരു ചോദ്യം കൂടി ഈ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നു. അത് ഇതുവരെ ഞങ്ങളെ മുമ്പിൽ ഒരു സ്ഥാനാർത്ഥികളെ കണ്ടിട്ടില്ല. അവര് പറയും വന്ന് മറ്റുള്ള വോട്ടെടുക്ക് ചോദിക്കാൻ വരുന്നവർ വരുന്നെന്നല്ല, സ്ഥാനാർത്ഥികൾ വന്നാൽ എല്ലാം പറയാനിരിക്കുക. ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഈ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരിപ്പൊ കേട്ടു പോകും. പിന്നെ ഇനി വരുന്നവർ അടുത്ത ഇലക്ഷനാ. നമ്മുടെ വിഷമങ്ങൾ മറ്റാരും തോന്നില്ല, അവരാരും കൈക്കൊള്ളുന്നില്ല. നിലവിലെ MP NK പ്രേമേന്ദ്രൻ, അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ നിന്ന് വിജയിച്ചു പോവുകയും ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഇക്കാര്യത്തിലൊക്കെ? നല്ല മനുഷ്യനാണ്, എല്ലാവരുമായിട്ട് നല്ല സഹകരണമാക്കി. എന്നിവർക്ക് ഇങ്ങനെ വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റില്ല. അദ്ദേഹം ഏത് മേഖലയിൽ നിന്നാലും ആ മേഖലയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. പിന്നീട് എല്ലാ പ്രാവശ്യവും വന്ന് സ്ഥാനാർത്ഥികളൊന്നും ഒരേ വികസനമൊക്കെ ഇവിടെ പറഞ്ഞിട്ട് പോകും. അത് കഴിഞ്ഞ് ജയിച്ചു പോകുമ്പോൾ പിന്നെ വരത്തില്ല. എല്ലാ വർഷവും വരുന്നതാണ്, ഈ പ്രാവശ്യം വന്നില്ല. എന്താ പറ്റിയെന്നറിയാൻ വയ്യ. ഒരുപക്ഷെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഇവിടേക്ക് എത്താനാണ് ആയിരിക്കും. ഈ ബിൽഡിങ്ങിന്റെ പണി തന്നെ 3 വർഷമായിട്ട് ഇതായ ബിൽഡിംഗ് നിൽക്കുകയാണ്. ഈ കെട്ടിക്കൊണ്ടുവന്ന ബിൽഡിങ്ങിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഈ വർഷം പൂർത്തീകരിക്കുന്നു വിചാരിക്കുന്നു. 8 മാസത്തോളം ക്ഷേമ പെൻഷൻ അടക്കം നൽകാനുണ്ടെന്നുള്ള ആരോപണം കൂടി ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറെ കാലമായി ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ സമയത്താണ് 2 ഗഡു വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്ത്. അത്തരത്തിൽ പാവപ്പെട്ട ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിലുള്ളത്. അവർക്ക് കൂടുതൽ ഊന്നൽ നൽകുകയും ഒപ്പം തന്നെ അവർ ഉന്നമനത്തിന് വേണ്ടി യാതൊരുവിധ ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണവും അവർ പ്രധാനമായും പങ്കുവെക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ നൽകുക, ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, ഒപ്പം തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ നിന്ന് ഈ മത്സ്യങ്ങളൊക്കെ വേർതിരിച്ചതിന് ശേഷം ഇവർ അവിടെ MVDയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് പീലിംഗ് അടക്കമുള്ള നടപടികൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർ തിരികെ ഇത് കയറ്റുമതിക്കായി അതായത് എക്സ്പോർട്ടിംഗ് കമ്പനികളിലേക്ക് കൈമാറുക. അവിടെ നിന്നും വളരെ തുച്ഛമായിട്ടുള്ള ഒരു വേതനം മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നതെന്നാണ് ഇവർ പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. അതായത് എക്സ്പോർട്ടിംഗ് കുറവാകുന്നത് അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നുണ്ട്. വളം കയറ്റി ബോട്ടുകൾ എത്തുന്നത് അത് വലിയ രീതിയിൽ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമായും അവർ പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇത്തവണയെങ്കിലും ഈ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വിജയിച്ചു വരുന്ന ആ വ്യക്തിയിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ കഴിയുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ ഗോധ ഇന്നുള്ളത് ആലത്തൂർ മണ്ഡലത്തിലാണ്. ഇന്ത്യൻ പ്രസിഡന്റിനെ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ആലത്തൂരിന്റെ പഴയ രൂപമായ ഒറ്റപ്പാലം. എന്ത് പറഞ്ഞാലും ഉജ്വൽ 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 എന്താ അവന്റെ മകന്റെ പേരാണ്. ഗോതയിൽ ഏതായാലും എന്നെ നടുക്ക് നിർത്തിയത് വളരെ നന്നായി. പൊട്ടത്തരം വങ്കത്തരം ചോദിക്കുമ്പോ CBI വന്നാൽ മക്കളൊക്കെ കൈവച്ചാൽ മതി. ആക്ഷൻ കാണിക്കില്ല.
ഇങ്ങനെയാണോ പറയുന്നത്? എന്ത് പറഞ്ഞു? Goda, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ